നിങ്ങൾക്കറിയോ, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ജീവി പാമ്പോ കടുവയോ ഒന്നുമല്ല, അത് കൊതുകാണ്. ഇതേ കൊതുക് മൂലം ഉണ്ടാവുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു രോഗമാണ് മലേറിയ അഥവാ മലമ്പനി. ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു രോഗത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ രാഹുൽ എസ് പിള്ളെ, വികദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. നമ്മൾ മലേറിയ എന്ന് പറയുമ്പോൾ ആദ്യമായി തന്നെ മലേറിയ പടർത്തുന്നത് അനോഫിലസ് വിഭാഗത്തിലെ പെൺകൊതുകുകളാണ്. ഇത് അധികവും കടിക്കുന്നത് വൈകുന്നേരം, രാത്രി ആ സമയങ്ങളിലൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു രോഗമുള്ള ഒരാളെ കടിച്ചതിന് ശേഷം ഈ കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗം വരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുക. ആദ്യമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു വിറയലോട് കൂടിയുള്ള ഒരു തണുപ്പ് അനുഭവപ്പെടും. അതിനുശേഷം വളരെ കടുത്ത പനി, ഏതാണ്ട് ഒരു 104-105 ഡിഗ്രി വരെ ഈ പനി പോകും. ഭയങ്കരമായിട്ട് വേർക്കുകയും അതോടെ ആ പനി കുറയുകയും ചെയ്യും. ഇത് കൂടാതെ തലവേദന, ശരീരവേദന, വിശപ്പില്ലായ്മ, ഛർദി ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 3 ഘട്ടത്തിലുള്ള ഈ ഒരു സിംറ്റംസ് ഒരു 2-3 ദിവസത്തിന്റെ ഇടവേളയിൽ വീണ്ടും ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും മലേറിയ സംശയിക്കേണ്ടതുണ്ട്. രക്തപരിശോധനയിലൂടെയാണ് നമുക്ക് മലേറിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അതിൽ തന്നെ മലേറിയ കാർഡ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഏതാണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മലേറിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ആന്റി മലേറിയൽ മരുന്നുകൾ എത്രയും പെട്ടെന്ന് വളരെ കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ മലേറിയ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മലേറിയ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ മലേറിയ ചിലപ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് സെർബ്രൽ മലേറിയ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കിഡ്നീനെ ബാധിച്ച് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ കരളിനെ ബാധിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ഈ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് പ്രായമായിട്ടുള്ളവര്, ചെറിയ കുട്ടികൾ, അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെയാണ്. മലേറിയയ്ക്ക് എതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനമായും കൊതുകുകൾ വളരുന്നത് തടയുക, കൊതുകുകളുടെ നശീകരണം, അതേപോലെ തന്നെ കൊതുക് കടി ഏൽക്കാതെ നോക്കുക എന്നുള്ളവയാണ്. മലേറിയയ്ക്ക് എതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയും അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള മലേറിയ കേസുകളെ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവരെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മലേറിയയുടെ രോഗവ്യാപനത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ തടയാൻ കഴിയും. ഇപ്പോൾ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കട്ടെ, April 25 വേൾഡ് മലേറിയ ഡേ. മലേറിയ എൻഡ്സ് വിത്ത് us. Thank you so much.